ഇന്ന് നമ്മെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണത എന്നത്. പലപ്പോഴും ചിന്തകൾക്ക് അതിരിടാൻ കഴിയാത്ത ഈ പ്രായത്തിൽ പല എടുത്തുചാട്ടങ്ങളും സംഭവിക്കുന്നു. ഇത്തരത്തിൽ ഇന്നലെ മാത്രം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് 3 മരണവാർത്തകളാണ്. തിരുവനന്തപുരത്ത് മാത്രം ഇന്നലെ 2 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ജീവനൊടുക്കിയത്. ആറ്റിങ്ങൽ വലിയകുന്ന് സ്റ്റേഡിയത്തിന് സമീപം ശിവത്തിൽ കണ്ണന്റെയും ഗംഗയുടെയും മകനായ അമ്പാടി എന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് ഇന്നലെ കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. അച്ഛനും അമ്മയും ജോലിക്ക് പോയ സമയത്തായിരുന്നു ഈ സംഭവം നടക്കുന്നത്. തുടർന്ന് 10 മണി കഴിഞ്ഞിട്ടും അനുജൻ പുറത്തിറങ്ങാത്തതിൽ സംശയം തോന്നിയ മൂത്ത സഹോദരി കല്യാണിയാണ് മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ അമ്പാടിയെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വിദ്യാർത്ഥി മരിക്കാനിടയായ കാരണം ആർക്കും തന്നെ വ്യക്തമല്ല. അതുപോലെ തന്നെ തിരുവനന്തപുരം മാറനല്ലൂരിൽ മിന്നു നിവാസിൽ വീണയുടെ മകൾ വൈഷ്ണവി എന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെയും കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വീട്ടിലെ കിടപ്പുമുറിയിൽ ഫാനിലെ ക്ലാമ്പിൽ കുരുക്കിട്ട നിലയിലായിരുന്നു വൈഷ്ണവിയെ കണ്ടെത്തിയത്. മാറനല്ലൂർ DVN MMHSSലെ വിദ്യാർത്ഥിനിയാണ്. അസ്വാഭാവിക മരണത്തിന് മാറനല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് SSLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ 2 വിദ്യാർത്ഥികളുടെയും മരണം സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നലെ തന്നെയായിരുന്നു കോഴിക്കോട് നാദാപുരം വെള്ളൂർ കോടഞ്ചേരിയിൽ ബിരുദ വിദ്യാർത്ഥിനിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ആയാടത്തിൽ അനന്തന്റെ മകൾ ചന്ദന എന്ന 19-കാരിയാണ് കഴിഞ്ഞ ദിവസം ജീവനൊടുക്കിയത്. മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായിരുന്നു ചന്ദന. കൂടാതെ ചന്ദന ഒരു നൃത്താധ്യാപിക കൂടിയാണ്. ശനിയാഴ്ച രാവിലെ നൃത്തം അഭ്യസിക്കാനെത്തിയ കുട്ടികളാണ് ചന്ദനയെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തുന്നത്. ഈ സമയത്ത് വീട്ടുകാർ പുറത്തുപോയതായിരുന്നു. ഇതുകൂടാതെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നിരവധി മരണങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അമിതമായ നിരാശയോ വലിയ പ്രശ്നങ്ങളോ മുതൽ ചെറിയ കാരണങ്ങൾ പോലും ഇത്തരം ആത്മഹത്യയിലേക്ക് കുട്ടികളെ നയിക്കുന്നു. അതിനാൽ മാതാപിതാക്കളുടെ കൃത്യമായ ശ്രദ്ധയും പരിചരണവും ഇത്തരം കുട്ടികൾക്ക് ലഭിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ ഏറ്റവും നല്ല രീതിയിൽ വളർത്തണമെന്ന് തന്നെയായിരിക്കും ഓരോ രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നത്. മാതാപിതാക്കളിൽ നിന്നും സ്നേഹവും കരുതലും പരിചരണവും സുരക്ഷയും എല്ലാം ലഭിക്കുമെന്ന തോന്നൽ ചെറുപ്പം മുതലേ കുട്ടികളിൽ വളർത്തിയെടുക്കണം. ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇത് വളരെയധികം സഹായം ചെയ്യുന്നു. പലപ്പോഴും ഒറ്റപ്പെട്ടു എന്ന തോന്നലാണ് കുട്ടികളെ ഇത്തരത്തിലുള്ള ആത്മഹത്യകളിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം മാതാപിതാക്കൾക്കും മക്കൾക്കും ഇടയിൽ ഉണ്ടായിരിക്കണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.